നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് സ്വാഗതമൊക്കെ അവിടുന്ന് പറയുന്നുണ്ട് കേട്ടോ. പറയുന്ന ആളെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അവിടെ ഷർട്ടൊന്നും ഇടാണ് നിൽക്കുന്നത്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും വന്നു അല്ലേ ചേട്ടാ? അടുക്കളയിലൂടെ കയറായി ഒന്നുമില്ല കേട്ടോ, വീഡിയോ എടുക്കത്തില്ല എന്ന് മാത്രമല്ല, അടുക്കളയിൽ കയറായി ഒന്നുമില്ല. അല്ലെങ്കിൽ വീണ്ടും അടുക്കളയിൽ ഇത്ര ദിവസം നമ്മൾ അടുക്കളയിൽ ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുക്കളയിൽ ഉണ്ടായിരുന്നു, നമ്മൾ വീഡിയോ എടുത്തിരുന്നില്ല. ഇന്നലെ വീഡിയോ എടുക്കാനായിട്ട് വേറെ ഒന്നുമില്ല. ഇന്നലെ ഫോൺ ഫുള്ളും അപ്ഡേഷൻ എന്നിട്ട് എഴുതിയടിച്ചിട്ട് കുറേ നേരം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വീഡിയോ എടുക്കാനായിട്ടൊന്നും ഫോണൊന്നും ഓപ്പൺ ആയിരുന്നില്ല. പിന്നെ നമ്മുടെ അടുത്തുള്ളൊരു കുട്ടീനെ ഫോൺ റെഡിയാക്കണടുത്ത കുട്ടീനെ വിളിച്ചു, നമ്മൾ അറിയണ കുട്ടി. അവൻ പറഞ്ഞു ഇങ്ങനെ വീഡിയോ കോൾ ഇത് ഇങ്ങനെയാണ് ഫോണിൻ്റെ അവസ്ഥ. പിന്നെ വാട്സപ്പ് വഴി ഇങ്ങനെ ചെയ്യുന്ന അവൻ പറഞ്ഞു. അതുപോലെ ചെയ്തപ്പോൾ ഫോൺ ശരി കേട്ടോ. ശരിയതിൻ്റെ ശേഷമാണ് വീഡിയോ ഇതിൽ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് തന്നെ. പിന്നെ ഇതിപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തു തുടങ്ങുന്നതും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുന്നു. ഇന്നലെ ഈ അടുക്കള ഞാൻ വൃത്തിയാക്കിയിട്ടാണ് പോയി കിടന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ മോന് മാഗി ഉണ്ടാക്കി കൊടുത്തത് കുഞ്ഞിനാണ്. വീണ്ടും എൻ്റെ കിച്ചൺ വൃത്തികളൊക്കെ വെച്ചിട്ട് ഞാൻ ഇന്നലെ രാത്രി മീനൊക്കെ മേടിച്ചു കൊടുന്ന് കറിയൊക്കെ വെച്ചു ഒക്കെ ഇടുന്നത്. കറി ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നേക്ക് വെച്ച കറി ഇന്നലെ എൻ്റെ പകുതി ചിലവ്. ഇന്നലെ കിട്ടിയ മീൻ നല്ലതായിരുന്നു കേട്ടോ. ഇന്നലെ അയിലപ്പാൻ അങ്ങനത്തെ ഒരു മീനൊക്കെ കിട്ടിയത്. കുറേ നാൾക്ക് ശേഷം നല്ലൊരു ടേസ്റ്റുള്ള മീനാണ് എനിക്ക് തോന്നിയത്. നല്ല മീനായിരുന്നു. അപ്പോൾ അവരെന്നെ ഇന്നലെ നുറുക്കി തന്നു. ചെറിയ മീനാണെങ്കിലും ഞാൻ നുറുക്കി തരുമോ എന്ന് ചോദിച്ചാൽ അവരോട്. അപ്പോൾ അവർ നുറുക്കി തന്നു കേട്ടോ. അപ്പോൾ വന്ന് വേഗം കഴുകി മീൻ കറി വെച്ച് കുറച്ച് മീൻ മസാല പറ്റി വെച്ചു ഫ്രിഡ്ജിൽ. അപ്പോൾ ഇന്നലെ പരിപ്പ് കറി ഉണ്ടായിരുന്നു, കടലപ്പേരി ഉണ്ടായിരുന്നു, മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും മീൻ കറി കൂട്ടാൻ രാത്രി ഒരു ആഗ്രഹം. കൂട്ടിയത് നല്ല ടേസ്റ്റുള്ള മീൻ കറിയായിരുന്നു. നല്ല മീൻ നല്ലതായപ്പോൾ കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ ഒരു പകുതി കറി കേട്ടോ എന്നേട്ടാ. ഒരു ചട്ടി മീൻ കറി ഉണ്ടായിരുന്നു, മീൻ കറി എഴുതി കാവശമുള്ളൂ. ഇനി ഇന്ന് കൂട്ടാനിലേക്ക് വേറെ എന്തെങ്കിലും നോക്കണം. മീൻ മസാല പറ്റി കറക്കി വയ്ക്കാം. അതൊരു 4-5 പീസൊക്കെ ഉള്ളൂ. 4-5 പീസ് മീൻ മസാല പറ്റിങ്ങനെ പീസെല്ലാം വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് സെറ്റ് ആവട്ടെ. അങ്ങനെ പിന്നെ ഇഡ്ഡലിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനും കാര്യങ്ങൾക്ക് പോട്ടെ. പഴംപൊരി ഉണ്ടാക്കാണ്ട് കുറച്ച് പഴം മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇന്നലെ പഴുപ്പ് കുറവുള്ളത് മതി പറഞ്ഞു, പക്ഷെ അത് ഒന്നുകൂടി പഴുപ്പുള്ള തന്നത്. ഇന്ന് ഉണ്ടാക്കിയിരിക്കും പിന്നേക്കത് പിള്ളേർ തിന്നില്ല. പഴുപ്പ് കൂടി കഴിഞ്ഞാൽ ഇവിടെ പഴം ആരും കഴിക്കില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയാലോ? കഴിഞ്ഞാ ദേവാ വാ പോണു നോക്ക്. ഒരുത്തരം കാറ്റടാ കാറ്റെടുത്തട മോ കാറ്റെടുത്ത് അമ്മേ ഉമ്മീ പൊന്തണ്ടായി പൊന്തണില്ല ഇരിക്കണ പൊന്തണില്ലടാ പൊന്തണില്ലടാ. വലിയ അക്കനാണ് നീ, വലിയ അക്കനെ. അച്ഛോ ഇപ്പോഴും ന്യൂട്രോളം ചേട്ടാ ഉറങ്ങി കഴിഞ്ഞ ശേഷം അച്ഛൻ്റെ ഒക്കെ തേറാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങോട്ട് പോയത്. അപ്പം അച്ഛനോടെ പണി അപ്പം അച്ഛൻ്റെ ഒക്കെ നിങ്ങിട്ട് കയറി. ഇതാ നിങ്ങൾക്ക് അപ്പേനെ ഇഷ്ടം അമ്മേനെ ഇഷ്ടം? അപ്പേനെ ഇഷ്ടം അമ്മേനെ ഇഷ്ടം? ഇപ്പം പറയണം, ഇപ്പം പറയണം, ഇപ്പം പറയണം. പറഞ്ഞിട്ട് പോയാൽ മതി. അച്ഛോ മാമൻ പോത്ത് നോക്കണം ഉണിക്കിയേ കാത്തോ. മാമ പോത്തിന് വിളിക്കാം. മാമ കാത്തു വന്നിട്ടുണ്ട് കേട്ടാ. കണ്ട് ജാമാമയുടെ മോനത്, ജാമാമയുടെ മോന കാത്തോ. ജാമാമയുടെ മോനെ കണ്ട? എന്താണത്? വായോ കാത്തുമ്മ വായോ. ഇനി അമ്മാമ്മ ചിച്ചു വയ്യോ ആട് പിന്നെ അമ്മ പോകുന്നുള്ള പേടിയുണ്ട് കേട്ടോ. അപ്പം അമ്മ വർക്കിന് പോകുന്നുള്ള പേടിയുണ്ട്. ഇടയ്ക്ക് വരുമ്പോൾ ഒന്ന് കൈയൊക്കെ കാണിക്കും, പിന്നെ ഒന്ന് പൊന്നിനെ നോക്കും. പോവോ അമ്മമ്മയുടെ അത്താക്കിയിട്ട് അമ്മ വർക്കിന് പോവോ? നോക്കി വയ്ക്കാം അമ്മേനെ, നോക്കി വയ്ക്കി കാറ്റ് നോക്കി വയ്ക്കും. അമ്മ പോണു, അമ്മ പോണുട്ടി പൊന്നെ കാത്തുമ്മ 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 ടാറ്റ ചാമ്മച്ചി ടാറ്റ ബൈ. പിന്നെ ബൈ വേവന്നുള്ളൂ കേട്ടോ. വാക്ക് കഴിഞ്ഞിട്ട് നല്ല അമ്മാമ്മ ഇവിടെ ഉണ്ട്, അമ്മാമ്മയുടെ കുട്ടിയായിട്ട് ഇവിടെ ഉണ്ട്. അക്കോട്ടടി അവരൊക്കെ പൊക്കോട്ടടി കാറ്റോ എടത്
ഏട്ടാ കാത്തുപ്പെണ്ണാണോ കാത്തു കാത്തു മമ്മയ്ക്ക് ഉമ്മനെ കാത്തു വെച്ചാൽ അമ്മക്ക് ഇങ്ങനെ ഉമ്മ തരുന്ന് ഉമ്മ തരും കേട്ടോ പക്ഷെ ചോദിച്ചാൽ തരില്ല അത് വേറെ കാര്യം ഉമ്മ ആവശ്യമായിട്ടൊന്നും ചോദിക്കുമ്പോൾ തരുമൊന്നുമില്ല ആരെങ്കിലും വന്ന് നോക്കിയാണെങ്കിൽ ഇവന് ഉമ്മ ഉമ്മ എന്നിട്ട് തരും എങ്ങനെ അമ്മയ്ക്കും ഉമ്മത്തെ ഞങ്ങൾ തന്നെ അമ്മയ്ക്കും വരും ഓ ഓ ഓ ആ അമ്മക്ക് ഉമ്മത്തെ അമ്മയ്ക്ക് ഉമ്മൊക്കെ മാങ്ങാനില്ല വന്നമ്മ ഉമ്മക്ക് ചേടാനോട് നിന്നെ വേണ്ടാന്നായിരിക്കും നിന്നെ വേണ്ടല്ലോ വേണ്ടാണ്ട് വേണ്ട അമ്മച്ച വേണ്ട ഇതാ മാമയുടെ കുട്ടിയാ ഞാൻ മാമയുടെ കുട്ടിയായിട്ടോ അമ്മമ്മയുടെ കുട്ടിയ ഇതമ്മയുടെ കുട്ടിയായിട്ട ഇതമ്മയുടെ കുട്ടിയായിട്ട ഇതമ്മയുടെ കുട്ടിയായിട്ട ഇന്നലെ ദിവസം കാത്തുകൂടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഭയങ്കര ടേസ്റ്റിൻ്റെ മൂക്കരൊക്കെ ആയിരുന്നു കാത്തുമ്മ രാത്രിയാണ് വന്നത് അല്ല കാത്തു രാത്രിയല്ല വന്നിട്ട് അല്ല അമ്മമ്മ പനിക്കാൻ പോട്ടാ കാത്തു അമ്മമ്മ പനിച്ചിട്ട് പോയിട്ട് പണിയെടുക്കട്ടെ കൊച്ചു കളി ഡാരാ ഡേരാ അമ്മാമ്മി മോള കളിപ്പെണ്ണ് ചുഞ്ചിരിപ്പെണ്ണേ കുഞ്ഞിപ്പെണ്ണേ കുഞ്ഞേറ്റപ്പെണ്ണേ ആ വണ്ണു നമ്മുടെ അച്ചാച്ച വണ്ണു അച്ചാമ്മി അച്ചാച്ചനാണ് ഓക്കെ ബോയ് ഓക്കെ സെറ്റ് നിങ്ങൾ സെറ്റ് കൈ കൊണ്ട് തരാം സെറ്റ് വരുമോ അപ്പ പോവാ കമോ അങ്ങനെ ഞങ്ങൾ കുണിക്കെന്നാണ് കാർത്തൂനെയും കുണിക്കനെയൊക്കെ കളിപ്പിച്ചതിന് ശേഷം രാവിലത്തെ എൻ്റെ പരിപാടി മരുന്ന് കഴിക്കാമെന്നാണ് നല്ലൊരു ചടങ്ങ് കേട്ടോ അപ്പോൾ മരുന്ന് കഴിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ മരുന്ന് കഴിക്കാൻ ഒരു റൂമിലിരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും അതിനേട്ടൻ മീൻ കൂട്ടാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെന്ന് ചോദിച്ചിട്ട് നോക്കി വെറുപ്പുളി ഉപ്പും കുറഞ്ഞു എന്ന് നോക്കി പിന്നെ അപ്പോൾ മീൻ കറി കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാമെന്ന് വെച്ചു പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ഷെബിന് ഇഡ്ഡലി ഉണ്ടാക്കിയ തട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് അത് വെച്ചു പിന്നെ ഞാൻ ഇഡ്ഡലിക്ക് ഇന്ന് സാമ്പാർ വയ്ക്കാമെന്ന് വെച്ചു അപ്പോൾ നല്ലൊരു എളുപ്പത്തിലുള്ള സാമ്പാറാണ് കേട്ടോ 2 ദിവസമൊക്കെ ഇങ്ങനെ ഇരുന്നാലും കേട് വരില്ല നല്ല സാമ്പാറാണ് അപ്പോൾ കുറച്ച് പരിപ്പ് ഞാൻ കറിക്കെടുത്തു പിന്നെ ഇത് ഞാൻ വറക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലേറ്റിലിട്ടിരുന്നത് നമ്മുടെ സാമ്പാറിനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഒരു 1.5 ടീസ്പൂണൊക്കെ പരിപ്പ് പിന്നെ 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് പിന്നെ ഒരു 5-10 ചുവന്നുള്ളിയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതൊക്കെ ഉലുവ ഇട്ടിട്ട് ഒരു 1/2 ടീസ്പൂണോടത്തോളം ഉലുവ ഇട്ടുണ്ട് പിന്നെ ഒരു 5-10 ചുവന്നുള്ളി നമുക്ക് നന്നാക്കി തൊലി കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഈ സാമ്പാർ എന്ന് പറഞ്ഞാൽ ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ കുഞ്ഞിനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ തലേദിവസം രാത്രി ഇത് ഉണ്ടാക്കി വയ്ക്കും കേട്ടോ അപ്പോൾ രാവിലെ ചെന്ന് ചൂടാക്കി വേണ്ടോ എന്നുവെച്ചാൽ ഈ സാമ്പാർ ഇരിക്കും തോറണ ടേസ്റ്റ് കൂടുന്നു കേട്ടോ അതാണ് ഈ സാമ്പാറിൻ്റെ പ്രത്യേകത അങ്ങനെ ചുവന്നുള്ളിയൊക്കെ നന്നാക്കി വെച്ചപ്പോൾ തന്നെ നമ്മൾ പാനപ്പുറമൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് ഇതപ്പോൾ ഞാൻ ചുവന്നുള്ളി ഒരു 5-10 ചുവന്നുള്ളി നന്നാക്കിയിട്ടു അതിലേക്ക് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു പച്ചമുളക് ജസ്റ്റ് ഒന്ന് ചീന്തിയിട്ട് നടുന്ന് ഓട്ടുണ്ടാക്കണം കേട്ടോ അല്ലെങ്കിൽ പൊട്ടി തെറിക്കേണ്ടി ഇടുമ്പോൾ അങ്ങനെ ഞാൻ മസാലയൊക്കെ നമ്മുടെ വെളിച്ചെണ്ണയിലോ ഓയിലോ അതെന്താ നിങ്ങളുടെ ഇഷ്ടം അതിൽ ഒന്ന് ചെറിയ തീയിലിട്ട് മുപ്പിക്കട്ടെ നല്ല ഭയങ്കര ചൂടായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിയും ഈ പരിപ്പൊക്കെ അപ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ട് ഒന്ന് ഒരു ബ്രൗൺ കളർ ആവണോടുകൂടി വറുത്ത് എടുക്കണം കേട്ടോ വറുത്ത് കോരണ്ട അതിലേക്ക് തന്നെ നമുക്കൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂണോ 1.25 ടീസ്പൂണോളം മുളകും പൊടി അത് എരിവിനനുസരിച്ച് പിന്നെ ഒരു 1/4 ടീസ്പൂണോടത്തോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ സാമ്പാർ കായം പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുത്ത് ചെറിയ തീരിട്ട് ഒന്ന് വറുത്ത് എടുത്ത് മാറ്റി വെച്ചു അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അരയ്ക്കാൻ പിന്നെ സാമ്പാറിന് പ്രത്യേകിച്ച് കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഇടാം അപ്പം എൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്താലും വലിയൊരു സബോള അരിഞ്ഞിട്ടു ഒരു 2-3 വലിയ തക്കാളി
എരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ പരിപ്പ് വേവിച്ചത് നന്നായി ഒന്ന് കയ്യിലുകൊണ്ട് ഉടച്ചിട്ട് ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ പരിപ്പ് നന്നായി ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായി ഇളക്കി സെറ്റ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അത് വെന്തതിന് ശേഷമാണ് നേരത്തെ പരിപാടി. അപ്പോഴേക്കും നമുക്ക് വറുത്ത് കോരി വെച്ചതൊക്കെ നമുക്ക് അത് നന്നായി ചാന്ത് പോലെ അരയും കേട്ടോ. ഇതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വേവിക്കിനേക്കും. അപ്പോഴേക്കും നമ്മളൊരു തട്ട് ഇഡ്ഡലി ആവിയൊക്കെ വന്ന് സെറ്റായി വെന്തിട്ടുണ്ട്. അപ്പോൾ അത് കോരി ഒരു പാത്രത്തിൽ ഇടണം കേട്ടോ. എന്താ വെച്ചാൽ കുണുക്കിക്കായാലും ഷേപ്പിക്കൊക്കെ ആയാലും ഇഡ്ഡലി ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇഷ്ടം കേട്ടോ. മറ്റുള്ള ഫുഡിനേക്കാൾ കൂടുതൽ അവർക്ക് ഇഷ്ടം ഇഡ്ഡലിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ പിള്ളേരൊക്കെ ഉള്ള ദിവസമല്ലേ, എല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി അടുത്ത തട്ട് ഞങ്ങൾക്ക് ഈ 2 തട്ട് ഇഡ്ഡലി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഔട്ടാ. 24 ഇഡ്ഡലിയാണ്, ഒരു ട്രിപ്പ് 12 ഇഡ്ഡലി, അങ്ങനെ 24 ഇഡ്ഡലി കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് അല്ലെങ്കിൽ 1-2 ബാക്കി വരും കേട്ടോ ചില സമയങ്ങളിൽ. അങ്ങനെ നമ്മുടെ ഈ അരപ്പൊക്കെ നന്നായി അരച്ച് ചാന്ത് പോലെ അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണം വേവാൻ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതിന് പെട്ടെന്ന് 2 തള അടച്ചത് എന്ന് വെച്ചാൽ അതിൽ ഉള്ളത് തക്കാളി സബോളയാണല്ലോ, അത് പെട്ടെന്ന് 2 തള അടയ്ക്കുമ്പോഴേക്കും ഒന്ന് വേവും. അപ്പോൾ ഈ നമ്മൾ പുളിയൊക്കെ ഒരു ഉണ്ട പുളിയൊക്കെ ഓരോരുത്തരനുസരിച്ച് പുളിക്കനുസരിച്ച് എനിക്ക് പുളി കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചു. പിന്നെ നമ്മുടെ അരപ്പ് ഒഴിച്ചു. എന്താ വെച്ചാൽ ഇതിങ്ങനെ തിളയ്ക്കും തോറും ഇത് കുറച്ച് വെള്ളം പോലെ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇരുന്ന് കട്ടിയാവും. എന്താ വെച്ചാൽ ഉഴുന്നും പരിപ്പൊക്കെ അല്ല അതിൽ നമ്മൾ അരച്ച് ചേർത്തുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കട്ടിയൊക്കെ നിങ്ങൾ നോക്കിയനുസരിച്ച് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതായിരിക്കും തിളച്ചൊക്കെ വന്നു ഏകദേശം. ഇപ്പോൾ ഞാൻ മല്ലിയിലാകത്ത് അരിയുള്ളൂ, ബാക്കിയൊക്കെ ചീഞ്ഞ് പോയി. അപ്പോൾ നല്ല ഭാഗങ്ങളൊക്കെ ഞാൻ ഉള്ളി കഴുകിയിട്ടായിരിക്കും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാറൊക്കെ തിളച്ചു. പിന്നെ നമ്മൾ സാമ്പാർ കാച്ചാൽ കടുകും മുഴുവൻ ഉലുവയും വറ്റമുളക് ഇട്ട് കാച്ചി അപ്പോഴേക്കും ചട്നിക്ക് ഉള്ളത് കാച്ചായിരുന്നു കേട്ടോ. അപ്പോഴേക്കും പൊന്നു ഒന്ന് ഡോക്ടറെ അടുത്ത് പോകണമായിരുന്നു. പൊന്നു ഷെബി ഡോക്ടറെ അടുത്ത് പോയി. ആ നേരത്ത് കാർത്തുവിന് കുറുക്കൊക്കെ കൊടുത്തിട്ട് പിന്നെ നെറ്റിലേക്ക് ഇടും. അപ്പോൾ കാർത്ത് എൻ്റെ മടിയിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്നെ കാണിക്കുന്നത്. കാർത്ത് എൻ്റെ മടിയിൽ നിന്ന് കൊയ്യിട്ട് നമ്മളത് ഏകദേശം നമ്മുടെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അടുക്കളൊക്കെ ക്ലീൻ ആക്കിയിട്ടു. എങ്ങോട്ട് പോകണം? ശോഭ സിറ്റി പോകണം. എന്തിനാ? ഇവിടെ ഒന്നും കളിച്ചാൽ പറ്റില്ലേ? ഇപ്പോൾ സാമ്പാർ പിന്നെ നമ്മുടെ മീൻ കറി ഇരിക്കുന്നുണ്ട്. മീൻ വറുത്തുണ്ട്. ഇവിടെ മീൻ വറുത്ത് വെച്ചു. മീനൊക്കെ വറുത്ത് കഴിഞ്ഞു. ചോറൊക്കെ ഊറ്റി ഒക്കെ സെറ്റ് ചെയ്തു. അപ്പം ഇന്ന് വേറെ ഒന്നും വെക്കണ്ടെന്ന് കേട്ടോ. ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകേണ്ട കാര്യമുണ്ട്. വേറെ ഒന്നുമല്ല, കുണുക്കം പറഞ്ഞ പോലെ ശോഭ സിറ്റിക്ക് ആയിട്ട് പോകുന്നതല്ല. എനിക്ക് അടുത്ത ചെക്കപ്പിന് പോകേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചെക്കപ്പിൻ്റെ അടുത്ത് പോണ സമയമാകുമ്പോൾ അപ്പോൾ നമ്മൾ ശോഭ സിറ്റിക്കായിട്ട് പോകണമല്ലോ കേട്ടോ. നമുക്ക് അടുത്ത് ചെക്കപ്പിന് പോണ സമയമായിട്ടല്ലോ. അപ്പം അതായത് 7 ആഴ്ച കഴിഞ്ഞാൽ 7 ആഴ്ചയിൽ 6 ആഴ്ച മരുന്ന് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം പോയിട്ട്. അതായത് ഇത്രയും നാൾ കഴിച്ച ഗുളികകൾ കിഡ്നിക്കോ ലിവറിനോ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള ടെസ്റ്റാണ് കേട്ടോ. അതെല്ലാ മാസം ഇതുപോലെ എല്ലാ ട്രിപ്പ് പോകുമ്പോഴും നമുക്ക് ആ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പോകാൻ പറ്റും റിസൾട്ടിന്. അപ്പോൾ ആ റിസൾട്ട് നമ്മുടെ ഇവിടെ എല്ലാ ടെസ്റ്റ്, അതായത് പോളിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് പുറത്തേക്ക് എവിടേക്കോ പോയി വരുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ അതൊരു 5-6 ദിവസം പിടിച്ചിട്ടാണ് ആ റിസൾട്ട് കിട്ടുക. അതാണ് 1 ആഴ്ച മുന്നേ കൊടുക്കാൻ പറയണത്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ പോളിയിലേക്ക് പോകണം. അങ്ങനെ അത് കഴിഞ്ഞാൽ പൊന്നൂന് ശോഭയിൽ നിന്ന് എന്തൊക്കെയോ മേക്കപ്പിൻ്റെ പ്രൊഡക്റ്റിന് കാര്യങ്ങളൊക്കെ മേടിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ശോഭയിൽ കയറണം. അപ്പോൾ ശോഭയിൽ ഇപ്പം എന്തോ അനുവായിരുന്നു ശോഭയിൽ പോയിരിക്കുക ഇഷ്ടം അല്ല ചേട്ടാ? എന്താ കാര്യം? കുറച്ചിങ്ങനെ സമാധാനമുണ്ട്. ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോണ സമയത്ത് അവിടെ പോയിരിക്കും. പറ്റാത്ത സമയങ്ങളിൽ വരുമല്ലോ. നമുക്ക് ഗുരുവായൂർ പോകാൻ അമ്പലങ്ങൾക്ക് പോകാൻ ഞങ്ങൾക്ക് ടെൻഷൻ ആദ്യം ഗുരുവായൂരാണ് നമ്മൾ പോയിരിക്കാറ്. അപ്പം നമുക്ക് അതൊന്നും ഇല്ലാതെ തന്നെ നമ്മളെവിടെ പോകും? ശോഭയിലേക്ക് പോകാന്ന് വിചാരിച്ചു. അവിടെ പോയിരുന്ന സ്ഥലത്ത് ചായ കുടിക്കും. അതിനായിട്ട് പോണതല്ല, പക്ഷെ കുണുക്കിക്ക് പാർക്കിലേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടം. അപ്പം ഞങ്ങൾക്ക് പാർക്കിൽ കൊണ്ടുപോകാൻ ഇഷ്ടമില്ല. വേറെ ഒന്നുമല്ല കേട്ടോ. അതിപ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളും. പിന്നെ അവർക്ക് 2 ആൾക്ക് പൊടികളോ കാര്യങ്ങളോ കുണുക്കിക്ക് വേണം. ഒരുപാട് മണ്ണും പൊടിയൊന്നും പറ്റുന്നില്ല. അലർജി ഭയങ്കര ചുമ ശോഭയില് എ സി ഒരു കുറവാണ്. എന്നാലും മറ്റുള്ളവർക്ക് വെച്ച് നോക്കുമ്പോൾ ചൂടത്ത് ഇരിക്കേണ്ട കാര്യമില്ല. പിന്നെ കുറച്ചു നേരം അവർക്ക് എന്തെങ്കിലും കളിക്കാനോ ഗെയിം അവിടെ ചൂട് കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി വരണതാണ്. അപ്പൊ അവരോട് പറയണത് എ സി ഓഫ് ചെയ്യരുത്.
അല്ല, ഒരു മണിക്കൂറിന് ആ ഒരു 10-15 മിനിറ്റ് ഒക്കെ ഓഫ് ചെയ്യുന്നുണ്ട് ഓരോ മണിക്കൂർ കൂടുമ്പോൾ. അങ്ങനിപ്പോ ശോഭന ഭയങ്കര ചൂടാ, തണുപ്പൊന്നുമില്ല. എന്നാലും ഇവര് ചെളിയിലും മണ്ണിൽ കളിക്കണേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ഞങ്ങൾ അവിടെ പോയിരിക്കാം. അവര് കുറച്ചു നേരം അവിടെ ഓടി കളിച്ചാലും അവിടെ വന്നിരുന്നിട്ട് ഒരു ചായ ഒക്കെ കുടിക്കാൻ ചെല്ലാം. അപ്പൊ ഓഫ് ചെയ്താൽ പറ്റുമോ? ഞങ്ങൾ അവിടെ പോയി ചായ കുടിക്കും. നല്ല അട കിട്ടൂല അവിടെ. അവിടെ എന്താ പറയാ, അട വീട്ടിലുണ്ടാക്കാൻ പഠിച്ചിട്ടില്ല. ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കൂട്ടർക്ക് വേണ്ട, അടുത്ത കൂട്ടർക്ക് വേണ്ട. ഞങ്ങൾക്ക് ഫോണിൽ എന്തൊരു പ്രശ്നം പോലെ തോന്നിയിട്ടാണ് ഞാൻ വേറെ നോക്കിയത്. നമ്മുടെ ജീവിതമാർഗ്ഗമാണ് നമ്മുടെ ഈ ഫോണ്. കഴിഞ്ഞില്ലേ വരുമ്പോ നമുക്ക് എന്താ വെച്ചാൽ ഒരാൾക്ക് അസുഖം വരണ മാതിരിയാണ് ഇപ്പൊ ഫോണിനൊക്കെ ചെറിയൊരു. അല്ല, മൊത്തത്തില് പറഞ്ഞല്ലേ ഓരോ അസുഖങ്ങളും ഫോണിനായാലും മനുഷ്യന്മാർക്കായാലും എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പം അതുപോലെ എന്തെങ്കിലും ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ചിട്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ലെവൽ കറക്റ്റ് ക്യാമറ അപ്പോൾ കണ്ടു. ഇപ്പോൾ ശരിക്കാന്ന്. യെസ്. അപ്പോൾ ചെരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ചെറിയ റെഡി കണ്ട. പക്ഷേ ഫോൺ എൻ്റെ കൈ കടഞ്ഞിട്ട, വേറെ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ അപ്പം ഞങ്ങൾ കുറച്ച് നേരം ശോഭയിലൊക്കെ പോയിരിക്കട്ടെ. വേറെ ഒന്നുമല്ല, നമുക്ക് അവിടെ പോയി പ്ലസ് ചായയും അവിടെ നല്ല അട കിട്ടും കേട്ടോ. ഇവിടെ അട ഉണ്ടാക്കിയാലേ ഒരാൾക്കാർക്ക് വേണ്ട, അത് വേണ്ട. പിന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കുക മാത്രം. അപ്പം ഞങ്ങൾക്ക് അവിടെ പോയി ഒരു അട അടിച്ച് ഞാൻ രണ്ടാമത് ഷെയർ ചെയ്യും. അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് നേരം അവിടെ കുറച്ച് നേരം പോയിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അങ്ങനെ പോയിരിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ ഒരു വിമഷ്ടടിക്കുന്ന പോലത്തെ ഫീലിങ്സ് വരും. പോലെ എന്തൊരു നെഗറ്റീവ് പോലെയൊക്കെ ആണോ അല്ലേ? അപ്പൊ നമുക്ക് മൊത്തം നെഗറ്റീവ് ആണ് ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഒരു ഇത്. അപ്പോൾ അതൊക്കെ ഇനി പോസിറ്റീവ് നമുക്ക് ചുറ്റും നമുക്കെന്നല്ല എല്ലാവർക്കും ശതമാനം. അപ്പോൾ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കല്ല മാത്രം എല്ലാ വീട്ടുകളിലുണ്ട്. ചിരിച്ച് ഇങ്ങനെ കാണിച്ചാൽ അണപ്പല്ലുകൊണ്ട് ഇറക്കണ കുറച്ച് ആൾക്കാർ, അതെല്ലാവരും ഫാമിലിയിലുള്ളതാണ്. അപ്പോൾ അതുപോലെ ഞങ്ങളുടെ ഫാമിലിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞാൽ കൂടോത്ര മാത്രമൊക്കെയാണ് നമുക്ക് ടെൻഷൻ. നമ്മളാണെങ്കിൽ ഈ വക കാര്യത്തിൽ പോവില്ല, നമുക്കാണ് ഇതൊക്കെ കിട്ടും ചെയ്യും. വഴിയിൽ പോണവർക്ക് അത് മാത്രം. ആര് ചെയ്യും? 10 കുഴി ആരാനും കുത്തുമ്പോൾ 11ാമത്തെ കുഴിയിൽ വീഴുക ഞാൻ തന്നെയാണ് ആലോചിക്കണം. ആ ഒരു ഓർമ്മയുള്ളടത്തോളം കാലം ഞാൻ ആർക്കും ഒരു രോഗത്തിന് ഞാൻ നിൽക്കില്ല. ഈ വയസ്സ് വരെ നിന്നിട്ടില്ല ഞാൻ എൻ്റെ ഭർത്താവ്, ഇനിയിട്ട് നിൽക്കൂല. ഞങ്ങൾ ദൈവത്തിനോട് ഒന്നേ പ്രാർത്ഥന, ആരെന്ത് ചെയ്തിട്ട് ഞങ്ങൾക്ക് അത് ഫലിക്കല്ലേ എന്ന് മാത്രമുള്ള ഒരു പ്രാർത്ഥന മാത്രം. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ പോണത്, ദൈവത്തിനെ വിളിക്കുക. വേറെ ഒന്നുമില്ല. ഞാൻ എന്തൊക്കെ ചെയ്താലും എൻ്റെ മക്കൾക്കോ എൻ്റെ ഭർത്താവിനോ എൻ്റെ പേരക്കുട്ടിക്കോ എൻ്റെ മരുവനോ ഒന്നും വരരുത്, ഞങ്ങൾ സേഫായിരിക്കണം. അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ആഗ്രഹം. വേറെ കൂടുതൽ ആഗ്രഹം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങളെല്ലാവരും കൂടി സന്തോഷിക്കുക കാര്യം ചെയ്ത് അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു എട്ടിൻ്റെ പണി കിട്ടും. ഞങ്ങൾക്ക് ഫാമിലിയുടെ ഒരുമിച്ച് ചിരിച്ച് കളിച്ചിരുന്നു. അപ്പം ഏതെങ്കിലും വലിയൊരു പണി ഉറപ്പാണ്. എന്താണെന്നറിയില്ല അപ്പാ, പേടിയാണ്, ജീവിക്കാൻ പോലും പേടിയാണ്. അപ്പോൾ എന്താ പറയുക, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഇനി നമ്മളുടെ യാത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നത് കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. കാർത്തും പൊന്നും ഷെബീത് ഇപ്പോൾ പോയോളൂ കേട്ടോ. അവർ ഇന്നലെ രാത്രി വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ എത്ര മണി ചെയ്യുന്നവരെത്തുമ്പോൾ 7 മണി ആയിട്ടില്ല, 7 മണിക്ക് വന്നിട്ട് ഒരു 8 മണി 10 മണിയാകുമ്പോൾ പോകാൻ നിൽക്കുമ്പോൾ കുളിക്ക ഭയങ്കര വാശി. ചേച്ചി ഇന്ന് പോവല്ലേ, നാളെ പോകുമ്പോൾ ഞാൻ കരയിൽ ഇന്ന് പോവല്ലേ, കാർത്തൂന് കൊണ്ട് പോവലുണ്ട്. അപ്പോൾ ഷെബിക്ക് മുന്നിന് വിഷമമായി. അപ്പോൾ അവർ ഇന്നലെ രാത്രി നിന്ന് നേരെ എടുത്തു. അവർ അമ്മയും അച്ഛനും മക്കൾ കുളിച്ച് കൊടുക്കണ അവർക്ക് പോവാൻ കുറ്റം 4 ദിവസം ഷെബി പോയിട്ട് പറഞ്ഞപ്പോൾ ഒരു മാസമായി അവർ മാറിട്ടോ. 20,000 ഞാൻ രണ്ടു കൊടുക്കണ്ടേ. അപ്പോൾ അവർ പറയാം വിഷമ 20,000 കൊടുക്കുമ്പോൾ 4 ദിവസം അവർ നിന്നിട്ടുള്ളൂ. അപ്പോൾ അവർക്കൊരു വിഷമം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് പറഞ്ഞാൽ ഉള്ളതുകൊണ്ടാണ് പോരാ. അതാണ് എൻ്റെ ഒരു മെൻറ്റാലിറ്റി. നമ്മുടെ വീട് ചെറുതാണെങ്കിലും ഉള്ള സൗകര്യത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ചിരിച്ച് കളിച്ച് പോകും. അത്രേ ഉള്ളൂ. കാർത്തൂനെ കാണാണ്ട് നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടായിട്ട് അതൊരു വലിയ വിഷമമായിട്ട് മാറിയിട്ട് അച്ചാച്ചൻ്റെ പെറ്റായിക്കണ് കാർത്തു. അത് അച്ചാച്ചനെ കാണുമ്പോൾ കുട്ടി ഇങ്ങനെ കൈ കാലിട്ട് നാട്ടിക്കും കുറച്ച് സ്നേഹപ്രകടനം കൂടുതലാണ്. സോപ്പിടുണ്ടോ എന്നൊരു സംശയമുള്ള അച്ചാച്ചനെ. തീർച്ചയായിട്ടും സോപ്പിടലായാലും അത് സ്നേഹ ഹൃദയം, ഈ ഉള്ളിൽ നിന്ന് വരുന്ന ഹൃദയത്തിൽ വരുന്ന സ്നേഹമാണ്. ആ കുട്ടികൾക്ക് അടക്കം മനസ്സിലാവുക. അതല്ല, നമുക്ക് ആരുടെ കുട്ടികളെ കുഞ്ഞു മക്കളെ സ്നേഹിക്കാണ്ടിരിക്കാൻ തോന്നുന്നില്ല. പക്ഷെ ചിലർക്ക് മക്കളെ ഞാൻ ചിലത് ഇതിനെങ്ങനെ സ്നേഹിക്കാണ്ടിരിക്കാൻ തോന്നുന്നില്ലേ? അല്ലാതെ ചിന്തിക്കാറുള്ളത് എനിക്ക് തോന്നും കേട്ടോ. കുഞ്ഞു മക്കളാണ്, അവരെത്ര സ്നേഹിച്ചാലും കൊതിത്തില്ല. ഞാൻ എന്നോട് പറയും, അവർ വർക്കിനൊക്കെ പോകുമ്പോൾ കാർത്തൂനെ ഞാനും എണ്ണ നോക്കുക. അപ്പം നമുക്കൊരു 5ാമത്തെ കുട്ടിക്ക് യോഗ ഉണ്ടായത്, അത് കാർത്തു വരുന്നു. അത് തീർത്തത് രാത്രി ഉറക്കം വെച്ചിട്ട് ഞാനും എന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടും. പൊന്നു വർക്കിന് ഞാനും എണ്ണ. നമുക്ക് ഏതായാലും നമുക്ക് ദൈവം തന്നിക്കിടെ കുട്ടികളെ നോക്കാനുള്ള ഒരു യോഗ തോന്നുന്നു. അപ്പൊ നമ്മള് അടുത്ത് കുഞ്ഞന്റെ കുട്ടിയുടെ അടുത്ത് പൊന്നിന്റെ കുട്ടി, അത് കഴിഞ്ഞ് വീണ്ടും കുഞ്ഞിന്റെ കുട്ടി, പിന്നെ കൊറേ വർഷം കഴിയുമ്പോൾ കുടുക്കൽ കുടിക്കും.
അപ്പോഴേക്കും നമ്മളുണ്ടാവോ? അതൊന്നും പറയാൻ പറ്റില്ല. സംശയം. ഗോപിയാവണോ? ഞാൻ ഉണ്ടാവില്ലെങ്കിലും അതിനായിട്ടുണ്ടാവും. അങ്ങനെ ഒന്നും പറയണ്ട. അത് അവിടെ സുല്ലിട്ടോ. ഉണ്ടാവുമ്പോ നമ്മള് ഒപ്പം ഉണ്ടാവണം, ഇല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് മരിക്കണം. അതാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ അന്നോട്ട് ഞങ്ങളുടെ പ്രാർത്ഥന ഒരു മരണം ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത് ഒരുമിച്ച് മതിയെന്ന്. ഇപ്പോഴൊന്നല്ല കേട്ടാ, എനിക്ക് ഒരു 10-30 വർഷം കഴിഞ്ഞിട്ട് അതിനായിട്ട് എന്താ സ്വപ്നമൊക്കെ കാണുന്നുണ്ട്. പൊട്ട സ്വപ്നങ്ങളെ കാണുന്നു. പോട്ടെ, കാണുന്നതൊക്കെ ഭരിക്കണുണ്ട്. അപ്പൊ അതുകൊണ്ട് പേടിയാണ്. അതാണ്. അപ്പൊ കാര്യമില്ല, നിങ്ങളുടെ എല്ലാരും പ്രാർത്ഥന വേണം, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനായിട്ട് പൊട്ട സ്വപ്നമൊക്കെ കണ്ടു. അത്ര അതിനായിട്ട് എന്താ ഉണ്ട് പറഞ്ഞ മരിക്കില്ല എന്ന് പറയുന്നത്. പറഞ്ഞ മരിക്കില്ല. ഡ്രസ്സുകൾ ഇപ്പളേ ഇങ്ങനെ പറഞ്ഞ മാതിരി ഞാൻ ഇങ്ങനെ ഡ്രസ്സുകൾ അതിനായിട്ട് അങ്ങനെ 4 ഷർട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നാളെ സ്റ്റുഡിയോയിൽ പോയപ്പോഴേ ഞാൻ പറയാം. അപ്പൊ പറയാൻ വന്നതല്ല, നമ്മൾ ഇന്നാള് സ്റ്റുഡിയോയിലേക്ക് പോയിട്ടാ. സ്റ്റുഡിയോയിലേക്ക് പോകാൻ കാരണം വേറെ ഒന്നല്ല, നമ്മുടെ കൊണ്ടാട്ട ഫാമിലിയിലെ കല്യാണമില്ല. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് പൊന്നൂന് ഡ്രസ്സിലും പൊന്നൂനിലൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ളതല്ല. പൊന്നു ഞാൻ ട്രഡീഷണൽ ഉണ്ടില്ല അമ്മ, ചൂടും. പിന്നെ അവൾക്ക് അന്നത്തെ ദിവസം 4 വർക്ക് ഉണ്ടായിരുന്നു പൊന്നൂന്. ഒരു സിമ്പിൾ മേക്കപ്പും 3 ബ്രൈഡും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 4 വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊന്നു പറഞ്ഞു അമ്മയ്ക്ക് ടൈം ഉണ്ടാവില്ല മേക്കപ്പ് ചെയ്യാൻ, നമുക്കൊരു മോഡൽ ഡ്രസ്സ് എന്തെങ്കിലും എടുക്കാം. പൊന്നിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3-6 പോയി വരണ വഴിക്ക് ഞാൻ നേരെ ചങ്കരകുളം സ്റ്റുഡിയോയിലേക്ക് പോയി. പൊന്നു ഷെമി കടന്നു, കുഞ്ഞൻ കടന്നു. അപ്പൊ ഞാൻ അതിനോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാണ്ടിരിക്കുമ്പോ ഞാൻ വായുവിനേട്ടാ എന്താ വെച്ചാൽ പൊന്നു ഞാൻ അല്ലാണ്ട് പോവില്ല. പൊന്നിന് ഞാൻ എന്തെങ്കിലും പൊന്നിനുള്ള അമ്മ ഡ്രസ്സ് ഇട്ടിട്ട് പറമ്മ അഭിപ്രായം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു മിനിറ്റ് വിളിച്ചെന്ത് അത് വേറെ ഒന്നും. നമ്മള് വല്ല ഈ ഫോൺ അങ്ങനെ തൊടുമ്പോൾ എന്തെങ്കിലും പാടുവന്ന് അത് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബാധിക്കാട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ അതിനായിട്ട് വണ്ടിയിലേക്ക്. അപ്പം ഞാൻ അതിനായിട്ട് ഇറങ്ങാനായിട്ട് പൊന്നിനെ എന്തായാലും സെലക്ട് ചെയ്യാൻ നമ്മൾ പൊന്നായാലും കുഞ്ഞിനായാലും ഡ്രസ്സ് എടുക്കുമ്പോൾ അമ്മ വായോ അമ്മ ഞാൻ നിങ്ങൾ പോയി എടുത്തിട്ട് പോയാലും ഇവര് പോയില്ല. അപ്പം എന്തായാലും എനിക്കറിയണം. പിന്നെ വാലുകളായി നമ്മൾ കുണുക്കി ആദ്യം ചാടി ഇറങ്ങും ഷെബിയുടെ പോയിട്ട്. പിന്നെ കുഞ്ഞന് സ്റ്റുഡിയോ കണ്ട ഒരു തരം ഭ്രാന്ത. അപ്പം കുഞ്ഞ് ചാടി ആദ്യം ഫസ്റ്റ് ഇറങ്ങും. അപ്പൊ പിന്നെ അഞ്ചാണ്ട് ഞാനാണ് മൂന്നാറ് നേരെ അങ്ങനെ ഞാൻ പോയത്. അല്ല നമുക്ക് പറ്റിയത് വേണ്ട, നമ്മുടെ റേറ്റിന് ഒതുങ്ങിയത്. അപ്പൊ കൊറേ നേരം ഞാൻ നമ്മുടെ റേറ്റിന് ഒതുങ്ങണം, കാണാനും നമുക്ക് ചേരണം, നമ്മുടെ ശരീരത്തിന് ചേരണം. അപ്പൊ അതുകൊണ്ടാണ് കേട്ടാ നമുക്ക് ഇഷ്ടമാണ്. അപ്പൊ അതിനായിട്ട് എനിക്ക് അവനായിട്ട് അതുകൊണ്ടപ്പോൾ ഞാൻ വായനായിട്ട് നമുക്ക് പോയി എടുക്കാനായി നിർബന്ധിച്ചുകൊണ്ടിട്ട് ഞാൻ അങ്ങനെ കയറിയിട്ട് പൊന്നിൻ്റെ അടിക്ക്. അപ്പോൾ ജെൻസിൻ്റെ കേസ് എന്നോടത്തായിട്ടാണ് ജെൻസിൻ്റെ പെണ്ണുങ്ങൾ അങ്ങോട്ട് കുറച്ചാണ് അറിയുന്നത്. അപ്പം ഞാൻ പൊന്നിൻ്റെ അവരങ്ങനെയല്ലോ ഞങ്ങൾ മുമ്പൊരാൾ വെള്ള ഷർട്ടൊക്കെ എടുത്തിട്ട് അപ്പം ഞാൻ എന്നിട്ട് എന്താ അവിടെ ഇങ്ങോട്ട് വായപ്പോൾ വെള്ള ഷർട്ട് എടുത്ത് പൊക്കിയിട്ടാണ് വയ്ക്കുന്നത് കണ്ടു. അപ്പം എന്താണോ ചോദിച്ചു. എന്നിട്ട് വായപ്പോൾ വേഗം വന്നിട്ട് 2 അടി നടന്ന പിന്നീട് പറയാം അതെ അവിടുത്തെ മൊത്തം വെള്ള ഷർട്ടൊക്കെ ഇവിടെ ഉണ്ടിട്ടാ നോക്കി നോക്കണം വന്നേ നീ നോക്കി നോക്കിയേ. അപ്പേക്ക് നമ്മള് ദിലീപ് ഇപ്പോഴേ കാണുന്നൊരു പറഞ്ഞല്ലോ കാളം ആര് പൊക്കുമ്പോ നമുക്ക് അറിയാലോ എന്തിനാന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി അതിനാ ഷർട്ട് വേണം. വൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഭ്രാന്ത. അപ്പൊ സ്റ്റുഡിയോയിലെ കാര്യം എന്താ വെച്ചാൽ നമുക്ക് ബഡ്ജറ്റിലുള്ള കേട്ടോ നമുക്കൊരു 600 രൂപയ്ക്കൊക്കെ നല്ല ഷർട്ടുകൾ. ഒരു തുണി എടുത്ത് അടിക്കണമെങ്കിൽ അടിക്കൂലി 400 ഇല്ലാണ്ട് ഇരിക്കില്ല. ഒരു 200 രൂപയ്ക്ക് ഇത്ര നല്ല തുണി കിട്ടില്ല. അടിച്ചത് ചിലപ്പോൾ റെഡി ആവില്ല. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇപ്പൊ ഞാൻ കുണുക്കനായാലും അനുവേണ്ടായാലും റെഡിമെയ്ഡാണ് കേട്ടോ. ഷെബി ആയാലും റെഡിമെയ്ഡാണ്. സ്റ്റുഡിയോയിൽ നിന്നാണ് എടുക്കുന്നത്. സ്റ്റുഡിയോയുടെ മെയിൻ പോയിന്റ് എന്താ വെച്ചാൽ നമുക്ക് 600 രൂപയ്ക്ക് ഇത്രയുള്ള ഷർട്ടാണ്. ഇപ്പം നിങ്ങൾ കൊണ്ടാട്ട ഫാമിലിയുടെ കല്യാണത്തിന് ഞങ്ങൾ പോയിട്ടായിരുന്നു. അപ്പോൾ അതിലൊരു മഞ്ഞ അപ്പോൾ വൈറ്റ് കണ്ടു ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അന്ന് അത് എടുത്തോണ്ടാണ്. പിന്നെയും ആളുങ്ങിട്ട് വരുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ വേറൊരു ഉദ്ദേശം പിന്നാലെ നടക്കില്ല. അങ്ങനെ തന്നെയാണ് പിന്നാലെ. പിന്നെ കുറേ നാളെ തന്നെയാണ് മഞ്ഞയ്ക്ക്. അപ്പം ഞാൻ പറഞ്ഞേട്ടാ ഒരു മഞ്ഞ ഷർട്ട് എടുക്കുന്നത് നോക്കി നോക്കി അത് ഇഷ്ടം മഞ്ഞോട് ഇഷ്ടമാണ്. കണ്ടെച്ചിട്ടുണ്ടോ എനിക്ക് ഇഷ്ടമായി. പിന്നെ എന്താ വെച്ചാ നമ്മളിപ്പോ എങ്ങനെ എടുക്കാൻ അഞ്ഞാൻ്റെ ഡ്രസ്സ് എടുക്കാറില്ല. ഇപ്പൊ അഞ്ഞാൻ്റെ കുറെ ഷർട്ടാണ്. ഇപ്പൊ ഓരോ കല്യാണത്തിനും ഡ്രസ്സ് എടുക്കും. നമ്മുടെ വീട്ടിലത്തെ കല്യാണത്തിനല്ല നമ്മൾ പുറമത്തെ ഒരു കല്യാണത്തിനും നമ്മൾ ഡ്രസ്സ് എടുക്കണം. അപ്പൊ ഇത് എടുക്കുമ്പോൾ അങ്ങനെ ഷർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ എല്ലാം യൂസ് ചെയ്യും. ഞങ്ങൾക്കാണ് ഈ പട്ടുസാര എടുത്ത് ഒരു പ്രാവശ്യം എടുത്താൽ ഡ്രൈ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച് അടുത്ത് ഏതെങ്കിലും ഒരു നല്ല കല്യാണത്തിന് ഞങ്ങളത് കൊടുക്കുള്ളൂ. അപ്പം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. അപ്പം എനിക്ക് ഡ്രസ്സ് കുറയും, ചുരിദാറുകൾ കുറവാണ്. എൻ്റെ ഷർട്ട് തോന്നിയിട്ട് എവിടേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഏതാ വേണ്ട എടുത്തിടും. അപ്പം ഞാൻ എന്തോരം ഡ്രസ്സ് അപ്പം നിങ്ങൾ കണ്ണിടാതൊക്കെ അത് ചീത്താറും കേട്ടോ. അങ്ങനെ മഞ്ഞ ഷർട്ട് എടുപ്പോൾ ഞാൻ നന്നാ ചേട്ടാ അതൊന്ന് ഇട്ട് നോക്കി. അങ്ങനെ അന്നേട്ടൻ സ്റ്റുഡിയോന്ന് അന്നേട്ടൻ 2 ഷർട്ട് എടുത്തു. കുണിക്ക് ഒരു ജോഡി ഡ്രസ്സ് എടുത്തു. കുണുക്കൻ ഒരു ഷർട്ട് എടുത്തു. ഷെബി 2 ഒരു ഷർട്ട് ഒരു ബനിയൻ. പിന്നെ അവനെ
ബോക്സർ അതൊക്കെ എന്തോ അവൻ എടുത്തു. പൊന്നൊരു ഷർട്ട്, ടീഷർട്ട്, ഒരു ജീൻസിന്റെ മിഡി, അത് പൊന്നെടുത്തു. അപ്പൊ ഇതിന് ശശിയായതാരാ? കാർത്തൂര് എടുത്തില്ല. ആരെ ശശിയായി? കാർത്തു, കുഞ്ഞൻ, ഉണ്ണി, 3 ശശി. ഞാൻ 3 ശശിയാണ്. കുഞ്ഞ ശശിയായി, കാർത്തു ശശിയായി. ഞങ്ങൾക്ക് 3 കിട്ടിയില്ല ഡ്രസ്സ് പോലെ. ഇവർക്ക് എല്ലാവർക്കും അന്ന് ഡ്രസ്സ് എടുത്തു. അപ്പൊ ഞാനിപ്പോ ഷർട്ടൊക്കെ കൂടിയപ്പോ ഞാൻ ടെൻഷൻ. അപ്പൊ എന്ത് സ്വപ്നം കണ്ട് കണ്ട് ഷർട്ടൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചപ്പോഴേ ഇപ്പൊ ഇന്ന് പുലർച്ചെ സ്വപ്നം കണ്ടു. ഷർട്ടുകളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചത് ഇങ്ങനെ എനിക്കെന്തോ ഒരു അപകടം പറ്റിയ മാതിരി തോന്നിയിട്ട് അപ്പൊ ഉണ്ണി അത് ഷർട്ടിന്റെ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് മതി അപ്പൊ ഇത്രയ്ക്കല്ലോ, അതൊന്നും വിശദീകരിക്കുന്ന കാര്യമില്ല. അപ്പൊ അതൊന്നും നമുക്ക് ഒന്നും വരില്ല. എനിക്ക് ഉറപ്പാ അതിനായിട്ട് ഒരു 95 വയസ്സ് വരെ മാക്സിമം ജീവിച്ചിരിക്കുന്നു. അത്ര പോരെ? അത് അതൊന്നുമില്ല. അത്ര ഒന്നും അതിന് മാത്രം ഒരു തെറ്റ് നമ്മൾ ആരോടും ഒരു ശത്രുതയും ചെയ്തിട്ട്, ഒരു തെറ്റും അറിഞ്ഞുകൊണ്ട് ആരും ചെയ്തിട്ടില്ല. പിന്നെ നമ്മളായിട്ട് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം വേണ്ടേ? നമ്മളൊന്നും ചെയ്യാണ്ട് നമ്മളൊക്കെ സ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനൊക്കെ പ്രതികരിച്ച് പോകുന്നുണ്ട്. പണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്നും ആര് ചവിട്ടി താഴ്ത്താനും പ്രതികരിച്ചിരുന്നില്ല. ഞാനെന്നും ഒറ്റയാണ്. അപ്പം നമുക്ക് ആ ടെൻഷനും ഇല്ല. നമ്മൾ ഒറ്റപ്പെടുത്തി നമ്മൾ ഒറ്റയ്ക്കാണ് ജീവിച്ചു. എനിക്കത് ശീലമായി. എന്ത് നല്ല കാര്യത്തിന് പോയി നമ്മള് നല്ലത് ചെയ്താലും നമുക്ക് തിരിച്ചടിക്കുന്നത്. 6-7 കൊല്ലം മുന്നത്തെ ഗൾഫിലത്തെ കഥകളടക്കാണ്. ഇപ്പൊ ഞാൻ മുഖാന്തരാണ് അവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി. അതുണ്ട്. അതൊന്നും നമ്മളെ ബാധിക്കുന്നത്. അച്ഛനത് എന്തെങ്കിലും കിട്ടിയ ഭയങ്കര എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ടെൻഷൻ. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ. പിന്നെ അടുത്ത് ഞാൻ ഒരു തീരുമാനം എടുക്കും. അത്ര ഇപ്പൊ ഒരു പുതിയ തീരുമാനം എടുത്തു. ഒരു കാര്യങ്ങൾക്കും ഞാൻ ഇടപെടണ്ട. അപ്പൊ നമ്മള് ഞാൻ എനിക്ക് അച്ഛല്ല അമ്മയില്ല മരിച്ചപ്പോ നമ്മൾ എന്ത് കാര്യത്തിൽ ഇടപെട്ട് പോകണം അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ മതി, ഇടപെട്ടതൊക്കെ മതി. നമ്മൾ ഇടപെടുമ്പോൾ ഇതൊക്കെ ഉണ്ടാവണം. അപ്പൊ ഇടപെട്ടതൊക്കെ മതി. ഇത്ര വർഷം ഞങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ. ഇനി ഇവിടുന്ന് അങ്ങോട്ടും നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ജീവിച്ചാൽ ആരും വേണ്ട. അത് അല്ല പണി കിട്ടുന്ന കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഞങ്ങൾക്ക് നമ്മൾ ആർക്കും അറിഞ്ഞോട് തെറ്റിയാണ്. നമുക്കത് കിട്ടുമ്പോൾ ഭയങ്കര നമുക്ക് അറിയാം. അത് വിട്. അപ്പൊ പിന്നെ ഉണ്ടായ സന്തോഷം ഞാൻ പറയാം. അപ്പൊ നമ്മള് കൊണ്ടാട്ട ഫാമിലിയുടെ വീട്ടിലെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയൊരു പകരം കാണിക്കാൻ അവിടുത്തെ ശബ്ദം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോലും ഇല്ല. അവിടെ അടിച്ച് പൊളിച്ചിട്ടുള്ള കല്യാണമായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ അതിന് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് എന്തായാലും മോന്റെ കല്യാണം ആ ഒരു അമ്മ നല്ല ഭംഗിപൂർവ്വം നടത്തി അല്ലേ? അതൊരു കാര്യം തന്നെയാണ്. പിന്നെ ആ അമ്മയുടെ മോൻ്റെ ഒരു കോമ്പ് പറയുമ്പോൾ നമ്മൾ കൊതിച്ചു പോട്ടെ അങ്ങനെ ഒരു മകൻ വേണമെന്നത്. ഇന്നത്തെ കാലഘട്ടത്തില് അമ്മമാരുടെ അടുത്തിരിക്കാത്ത മക്കളാണ് ഏറ്റവും കൂടുതൽ കളിക്കാൻ നടക്കുക, ഫ്രണ്ട്സായി നടക്കുക, അങ്ങനെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു മോനേട്ടാ. അമ്മയെ പറ്റി അമ്മയുടെ കൂടെ നിൽക്കുന്ന ഒരു മോനാണ് കൂടുതൽ ഇഷ്ടം. ഗോപകുമാർ. ഞങ്ങൾ ഗോകുലിന്നായിരുന്നു നമ്മുടെ വിചാരം മനസ്സിൽ. അപ്പോൾ അവിടെ പോയിട്ട് പൗർണമിയായിട്ട് അതിൻ്റെ പേര് വെച്ചാൽ നമുക്ക് പേരിൻ്റെ ഒരു ആശ കൊണ്ടാട്ട ഫാമിലി നമ്മൾ അങ്ങനെയാണ്. സത്യം അമ്മയുടെ ആ ചേച്ചിയുടെ പേര് എന്താണെന്ന് അറിയാം. ഞാൻ അമ്മ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നമ്മൾ കൊണ്ടാട്ട ഫാമിലി അമ്മ. അപ്പം എന്നെ ഒരു ഉപ്പുമണല അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടിട്ടല്ല. അവിടെ ഏജിൻ്റെ ഒരു ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. ആ ചേച്ചിന്ന് കൂടി എനിക്ക് വിളിക്കാൻ പറ്റുന്ന വെച്ചാൽ നമ്മളെക്കാളും ചെറുപ്പമാളെ കാണുമ്പോൾ. ഇത്ര വലിയ മകനോ മോളോ പേരക്കുട്ടി ഉണ്ടോ എന്ന് കണ്ടോ തോന്നില്ല കേട്ടോ. അത്രയും അടിപൊളിയായിട്ട് അത്രയും നല്ലൊരു ചെറുപ്പം ആളെ ഒരു ലുക്കാണ് കേട്ടോ. ആൾക്ക് ഏജൊന്നും തോന്നിക്കില്ല ആളെ കണ്ട. ഞങ്ങൾ ഇപ്പോഴാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് ഞങ്ങൾ ഈ കല്യാണത്തിന് പോയപ്പോഴാണ്. ഗോകുലിനാണ് ഗോപകുമാർ അവരുടെ പേര് ഞാൻ വേറെ ചോദിച്ചു. കൊണ്ടാട്ട ഫാമിലി അമ്മേനും മോനും പെങ്ങളേനും അവിടെയാണ്. അപ്പൊ കല്യാണം കഴിച്ചു വന്ന പെൺകുട്ടിയായാലും നല്ലൊരു കുട്ടിയായിട്ടോ, നല്ലൊരു കൂളായിട്ട്. അപ്പൊ എന്നെ കണ്ടുപോയപ്പോൾ അമ്മ ഞാൻ കാണാറുണ്ട്. അപ്പൊ നമ്മളോട് അറിയും, നമ്മളെ ചെറുക്കും. അപ്പൊ ചിലവർ അറിഞ്ഞിട്ട് അറിയാത്ത പോലെ നടിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. നല്ലൊരു ഫാമിലി നമുക്ക് ഒത്തിരി ഇഷ്ടമായിട്ട്. നമ്മൾ ആ ഒരു കല്യാണത്തിന് പോവാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു ഇതിലായിരുന്നു. എന്താ വെച്ചാൽ തലേദിവസം പോയി വന്നാൽ പൊന്നിന് വർക്കിന് പോകാൻ വഴുകും. അതായത് തലേദിവസം ഞങ്ങൾ മൂന്നാറിന് വന്നുകൊണ്ടിരിക്കുക. വന്ന് രാത്രി പോകാൻ പറ്റില്ല. അപ്പം പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം പോകാമെന്ന് വെച്ചപ്പോൾ പൊന്നിന് വർക്ക് ഞാൻ പറഞ്ഞു 4 വർക്ക് രാവിലെ 3 എണ്ണം ഉണ്ടായിരുന്നു. റിസപ്ഷൻ വർക്ക് 1 ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് 2 മണിക്കൂർ യാത്രയുണ്ട് അങ്ങോട്ട് എത്താം. അപ്പം 5:30ക്കാണ് ഞാൻ പൊന്നിൻ്റെ ഫ്ലൈറ്റ് തൃശ്ശൂർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു പറ്റുമോ ഞാൻ 5 മണി തൊട്ട് 9 മണി വരെയാണ് അവരെ പരിപാടി പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്നോട് നമ്മൾ ആ പരിപാടിയിൽ നമുക്കതിൽ കൂടാൻ പറ്റും. അവർ
ചെക്കനെ കാണാൻ പറ്റുന്ന പ്രതീക്ഷ. ചെക്കനെ പെൺവീട്ടുകാരുണ്ട്, അവരുടെ അവിടെ എങ്ങനെയാണെന്നല്ല. നമ്മുടെ അവിടെയൊക്കെ കല്യാണം കഴിഞ്ഞത് ഫസ്റ്റ് നൈറ്റ് ചെക്കൻ പെണ്ണിൻ്റെ വീട്ടിലാവും. അവിടെ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം എന്നാലും ഞാൻ പറഞ്ഞു അവരുടെ വീട്ടുകാരെ കണ്ടിട്ട് വരാമല്ലോ, നമ്മൾ അത്രയും ക്ഷണിച്ചിട്ട് നമ്മൾ പോയില്ലെങ്കിൽ അതൊരു മോശം. എന്താ വെച്ചാൽ നമ്മളൊരാൾ ക്ഷണിക്കുന്നത് നമ്മൾ കൂടണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ. അപ്പം അത് നമ്മൾ കണ്ടില്ല എന്നൊക്കെ സാഹചര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് പോകാം. ഞാൻ ഇങ്ങനെ നിർബന്ധം പറഞ്ഞത് മക്കളോട് എന്തായാലും നമുക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ പോയി. അതിലൊക്കെ അവിടെ എത്തി. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മമ്മിക്ക് അങ്ങനെ തന്നെ അറിയുള്ളൂ കേട്ടോ, പേരൊന്നും കൂടുതൽ പേര് പറഞ്ഞു, പക്ഷെ വായൊതുങ്ങാത്ത എന്തൊരു പേരാ. അപ്പം ഞാൻ കൂടുതൽ മമ്മി തന്നെ പറയണുള്ളൂ. മമ്മി ഓക്കെ മക്കളെ എന്നൊക്കെ പറഞ്ഞു മമ്മിയില്. ചേച്ചീനെ കണ്ടു, രണ്ട് ആമക്കളെ കണ്ടു, മരുവോട്. അവരും ഭയങ്കര എന്തൊക്കെ പറയാ, എന്തോ സംഗീതന്നൊക്കെ വിളിച്ച് എന്നെ വന്ന് കെട്ടിപ്പിടിക്കുമ്പോ എനിക്ക് എന്താ പറയാ സത്യം എന്നെ എനിക്ക് ബ്രസ്റ്റിൽ ഓപ്പൺ ആയപ്പോൾ അവിടെ തൊട്ട് കുരിശൊക്കെ വെച്ചൊന്ന് അസുഖം മാറും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ വഴിപാട് ചെയ്യും. അപ്പം നമുക്ക് ആളെ കണ്ണൊക്കെ ഒന്ന് അറിയുന്നുണ്ട്. അപ്പം ഞാൻ സത്യം ആൾക്ക് എന്നെ ഇത്രയും അറിയുന്നോ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആളുടെ വീഡിയോകൾ കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ്. എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ അമ്മമാരെ ഇങ്ങനെ അമ്മമാർ മക്കളായിട്ടുള്ള അങ്ങനത്തെ ഫാമിലിയോടുള്ള വീഡിയോസാണ് ഞാൻ കൂടുതൽ എനിക്ക് ഇഷ്ടം. ഞാൻ അതുകൊണ്ടാണ് അത് കണ്ണിപ്പോൾ കൊണ്ടായിട്ട് ഫാമിലിയിലായാലും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് അങ്ങനെ ആ അമ്മയും മോനും തമ്മിലുള്ള ബന്ധം, ഈ അമ്മയും മക്കളും മരുവോടും തമ്മിലുള്ള ഒരു ബന്ധം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചിയുടെ വീഡിയോ ഞാൻ കാണാറുണ്ട്. മമ്മീന്ന് വിളിക്കാൻ പറ്റില്ല, നമ്മളൊക്കെ വയസ്സ് മമ്മിയുടെ പ്രായമൊന്നുമില്ല, അപ്പം നമ്മൾ അങ്ങനെ വിളിക്കുന്നത് ശരി. എന്നാലും നമ്മൾ ആ മമ്മിയുടെ വീഡിയോ തന്നെയാണ് പറയുക. അതൊരു ആ വീഡിയോയുടെ ഒരു ഇത് മമ്മീന്നാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം എനിക്ക് കൂടുതൽ മമ്മീന്ന് പറയുന്നത് തന്നെ ഇഷ്ടം. അപ്പോൾ എന്നെ എനിക്ക് പറയാൻ വാക്കുകളില്ല. ആ ചേച്ചിയെ പറ്റി പറയാൻ നമുക്ക് വാക്കുകളില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ കാര്യം കൊണ്ട് പറഞ്ഞാൽ തീരുമില്ല. നമ്മൾ ആ അത്രയും സ്നേഹിക്കാൻ പറ്റുമോ എന്ന് ഞാൻ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. അതാണ് അതിന്റെ സത്യം. അന്വേട്ടനോട് അന്വേട്ടാ കുണിക്കിനെ കാർത്തുവിനെ ഷെബിനെ പൊന്നുവിനെ കുഞ്ഞിനെ എല്ലാവരെയും അപ്പൊ ഞങ്ങളെല്ലാവരും തീർച്ചയായും ഞങ്ങളെ എല്ലാവരും ഇത്രയും മനസ്സിൽ കയറ്റി വെച്ചിരിക്കുന്ന അവരെ കണ്ടപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ. എനിക്ക് ഭയങ്കര ഒരു ദിവസം അങ്ങോട്ട് പോകണം. ഞാൻ അവരാ സ്നേഹത്തിന്റെ മുന്നിൽ ഞാൻ അങ്ങനെ എവിടേക്ക് അധികം പോവാത്ത ഒരാളാണ്. പക്ഷെ നമുക്ക് ചിലവരുടെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ നമ്പറൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, ലൊക്കേഷൻ അയച്ചത് അത് വരുന്നുണ്ട്, ചാലക്കുടിയിലാണ് വീട് എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ അവരെ കണ്ടു. പിന്നെ ഇൻസ്റ്റയിലുള്ള കുറേ ആൾക്കാരുണ്ട്. നമ്മൾക്ക് എനിക്ക് അവരെ പേരൊന്നും അറിയില്ല, അത് നമുക്ക് കണ്ടുപരിച്ചുള്ള ഫേസുകൾ തന്നെയാണ്, പക്ഷെ പേരും കാര്യങ്ങളും അവർ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരുന്നതല്ല. എൻ്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളൊന്നുമില്ല. അപ്പം എല്ലാവരും ഉണ്ട്, എല്ലാവരും നമ്മളോടായാലും നല്ല സപ്പോർട്ടായിരുന്നു. അവരാ സ്നേഹം കണ്ടപ്പോൾ നമുക്കും ഒത്തിരി സ്നേഹം തോന്നി അവരോടായാലും. എന്താ പറയുക, സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും തലവേദന ക്ഷീണോണ്ട് കണ്ണ് ഞങ്ങൾക്ക് മിഴിഞ്ഞിരുന്നില്ല. അത് വേറൊരു കാര്യം. പൊന്നു പറയാം ഇപ്പൊ തൊട്ട ഞാൻ വീഴൂട്ടമ്മ ആ രൂപത്തിലെ പൊന്നു വെക്കണം. അതായത് പൊന്നു ഫ്ലാറ്റിലെത്തിയപ്പോൾ ഷെബി പറഞ്ഞു ഞങ്ങളുടെ വണ്ടി ഫ്ലാറ്റിലിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വരാക്കായിരുന്നു. ഷെബി പൊന്നു ആ വണ്ടി പോയിട്ട് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ബാക്കിൽ വരാൻ. ഷെബി പറഞ്ഞു ഇനി വണ്ടി എടുക്കാൻ പറ്റില്ല അമ്മ, അച്ഛനോട് പറഞ്ഞു കാലൊക്കെ ഇങ്ങനെ വിറച്ചു തുടങ്ങി. അപ്പം ഞങ്ങൾ 2-3 ദിവസം ഞങ്ങൾ ഉറക്കലാണ് ആ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ വേണ്ട നിങ്ങൾ നാളെ വന്നാൽ മതി. അങ്ങനെ അപ്പം പൊന്നു അമ്മ പോവുക, അവിടെ ഉറങ്ങി അയച്ചിട്ടുള്ളൂ കേട്ടോ. അമ്മ പോകുമ്പോൾ ഞാൻ നാളെ വരും, അവൾക്കാണെങ്കിൽ ഞങ്ങളുടെ കൂടെ വരും വേണം. എന്നിട്ട് ഇവിടെ പോയ ഫ്ലാറ്റിലൊക്കെ കിടന്ന് ഒന്ന് ഉറങ്ങി അയച്ചപ്പോൾ ഷെബിയോട് എന്താ ഞാൻ ഇവിടെ. അപ്പോൾ അമ്മയൊക്കെ അപ്പം അവർ എപ്പോൾ വീട്ടിൽ പോയി. അപ്പം നീയല്ല അമ്മയോട് പൊക്കോ എന്നൊക്കെ പറഞ്ഞു. അവളറിഞ്ഞിട്ടില്ല അറിയണ്. സത്യത്തിൽ അത്രയും ടയേർഡായിരുന്നു. അതെല്ലാവരും ടയേർഡായിരുന്നു. പൊന്നു ഷെബിയാണ് തലേ ദിവസം 12 മണിക്ക് വർക്കിന് പോയിട്ട് പിറ്റേ ദിവസം 5 മണിയൊക്കെയാണ് ഇതായത്. അപ്പം എല്ലാവരും ടയേർഡായിരുന്നു. കുഞ്ഞിന് നല്ല പനി ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. ആ കുഞ്ഞിനോട് നന്നായി പനിച്ചിട്ട് തന്നെ പോയത്, പനി ഉണ്ടായിട്ട് നമ്മൾ പോയിട്ട്. പക്ഷെ എന്നാലും പോവുക എന്നുള്ളൊരു വാശിനായിരുന്നു. ആ ഒരു ഫംഗ്ഷനിൽ നമുക്ക് പങ്കെടുക്കുന്നത് വെച്ചാൽ അത്രയും നമ്മുടെ സ്നേഹിച്ച് നമ്മളെ വിളിച്ചിട്ടുള്ളവരാണ് അത്രയും. അപ്പം നമുക്ക് ആ ഒരു ഫംഗ്ഷന് കൊണ്ടുവന്ന് അപ്പോൾ അമ്മയായാലും അവർ ഗുരുവായൂർ വരും. അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ വരാമെന്നുണ്ട്. അമ്മയും മോളും മോനും മരുവോളും പേരക്കുട്ടിയും എല്ലാവരും ആയിട്ട് വരട്ടെ. പേരക്കുട്ടീനെ ഞാൻ കണ്ടില്ല കേട്ടോ. മോൻ്റെ കുട്ടീനെ അവനെ മുടിയുള്ളപ്പോൾ കണ്ട, പക്ഷെ ഞാൻ ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ കണ്ടില്ല മോളെ. അവരനെയൊക്കെ കണ്ടുള്ളൂ, മരുവനെയും പേരക്കുട്ടീനൊന്നും കണ്ടില്ല. ഇവരനൊക്കെ കണ്ടു. ഇവരൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു നമ്മുടെ അടുത്ത്. അതെ, നമുക്ക് നെഗറ്റീവ്സൊക്കെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ നമുക്കറിയാം മനുഷ്യന്മാരെന്താ തമ്മിൽ കാണുമ്പോഴാണ് സ്നേഹങ്ങളാണ് അല്ലേ. പുറമെ നിന്നിട്ട് നെഗറ്റീവ് സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവിടെ കൂടുതലുണ്ടായത്. തീർച്ചയായും അവിടെ ആ ഫംഗ്ഷൻ വന്ന എല്ലാവരും നമ്മളുള്ള സ്നേഹത്തിനുള്ളവരെന്ന് കേട്ടോ. നമുക്കറിയാം നമ്മളെ ചിരിക്കുന്നു, കുറെ ആൾക്കാരൊന്ന് സെൽഫി എടുക്കുന്നു. അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു അടിപൊളി കല്യാണത്തിന് കൂടിയില്ലേ.
അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങളായിട്ട് പറഞ്ഞു എന്നുള്ളത്. കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ എടുക്കാനും പിടിക്കാനും പറ്റാണ്ട് ഈ പറഞ്ഞ പോലെ എന്തോ ഒരു മന്ദപ്പ് ആരോഗ്യത്തിൻ്റെ ഒരു പണി തരുന്നുണ്ട്. വീഡിയോ എടുക്കാണ്ടിരിക്കാൻ വായന നാവ് പൊന്താണ്ടിരിക്കാനും വേനോട് തെച്ച് വേണം. ഇതിന്റെ അപ്പുറം ഇതിന്റെ അപ്പുറം ചാടി കടന്നവനാണ് ജോസഫ്. 3 മണി കഴിഞ്ഞപ്പോ 3 മണി അടുത്ത് ഞാൻ കുളിച്ച് ഞങ്ങൾക്ക് പോണം പോവാം. അപ്പൊ ഇത്രയും പറഞ്ഞ ഇന്നത്തെ വീഡിയോ നമ്മള് ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ ഞാൻ പോട്ടെ. ബൈ.